ബാറ്റിൽ ഓഫ് പോക്രോവോസ്ക് അല്ലെങ്കിൽ പോക്രോവോസ്ക് യുദ്ധം എന്നത് കഴിഞ്ഞ 100-120 ദിവസമായി വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ്. പെട്ടെന്നൊരു ദിവസം റഷ്യ അവിടെ ഒരു സെറ്റിൽമെന്റ് പിടിച്ചെടുക്കും, അടുത്ത ദിവസം 2 പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ്സ് പിടിച്ചെടുക്കും. ഇങ്ങനെ എപ്പോഴും ചർച്ചാ വിഷയമായ ഒരു കാര്യം. നമ്മൾ ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ അപ്ഡേറ്റ് സംസാരിച്ചിട്ടുണ്ട്. ഈ പോക്രോവോസ്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ഈ ബാറ്റിൽ ഉക്രൈന്റെ ലോജിസ്റ്റിക് സപ്ലൈയെ എത്രത്തോളം തകർക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ 3 മാസത്തിന് മുൻപ് ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായി അറിഞ്ഞതാണ്. ഇപ്പോ വീണ്ടും ഈ പോക്രോവോസ്ക് ബാറ്റിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് റഷ്യയുടെ സൈന്യം ഈ പോക്രോവോസിനെ ചുറ്റി വളഞ്ഞു നിൽക്കുന്നത്. ഇവർ ഏത് സമയം വേണമെങ്കിലും ഉക്രൈന്റെ അവസാന ഡിഫൻസും തകർത്ത് അകത്തേക്ക് പോകാം. അങ്ങനെ പ്രദേശം വീടുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹൈവേസ് റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വരും. അപ്പോ വീണ്ടും ഈ ബാറ്റിലിനെ കുറിച്ചാണോ നമ്മൾ അറിയാൻ പോകുന്നത്? റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പോക്രോവോസിനും എന്നാൽ പോക്രോവോസിൽ നിന്നും റഷ്യയിലേക്ക് ഒരു 10-15 ട്രില്യൺ ഇത്രത്തോളം വലിയൊരു എമൗണ്ട് പ്രകൃതി വിഭവങ്ങൾ പോകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി പോക്രോവോസിന്റെ വീഴ്ചയുണ്ടാകും. ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഇതാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാൻ പോകുന്നത്. റഷ്യ നിയന്ത്രിക്കുന്ന ആ 4 മേഖലകൾ, അതുമായി ചേർത്ത് ഇപ്പൊ പോക്രോവോസിലുള്ള 2 ഫാക്ടറികൾ. ഒന്ന് ഗോൾഡ് മൈൻ ചെയ്ത് പ്രോസസ് ചെയ്യുന്ന ഫാക്ടറി, മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു സ്റ്റീൽ പ്ലാന്റ്. മരിയാപോളിൽ നടന്നതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു. റഷ്യ വേഴ്സസ് ഉക്രൈൻ, ബാറ്റിൽ ഫോർ റെയർ എർത്ത് എലമെന്റ്സ്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, റഷ്യ എത്രത്തോളം സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു. ഈ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ വെച്ച് റഷ്യ എത്രത്തോളം ഉക്രൈനെ നെഗോസിയേഷൻ ടേബിളിൽ ഇരുത്തും, ഉക്രൈനെ എത്രത്തോളം പ്രഷറിനുള്ളിലാക്കുമെന്നൊക്കെ. ഇങ്ങനെ എത്ര സ്ക്വയർ കിലോമീറ്റർ അവരുടെ നിയന്ത്രണത്തിൽ വച്ചിരിക്കും എന്നുള്ളതായിരുന്നു നമുക്കെല്ലാവർക്കും ഇടയിലെ ഒരു പ്രധാന സംസാര വിഷയമായി മാറിയത്. എന്നാൽ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് റഷ്യ ഹോൾഡ് ചെയ്യുന്ന പ്രദേശങ്ങളിലുള്ള പ്രകൃതി വിഭവങ്ങളാണ്. ഈ പ്രകൃതി വിഭവങ്ങളെ സംബന്ധിച്ച് ഉക്രൈൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയുണ്ട്. എത്ര തന്നെ വലിയൊരളവിൽ അവരുടെ പക്കൽ പ്രകൃതി വിഭവങ്ങൾ ഇല്ലെങ്കിലും ഒരിക്കലും കുറവുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ആവറേജ് പ്രകൃതി വിഭവങ്ങളുള്ള ഒരു രാജ്യമാണ് ഉക്രൈൻ. കൃത്യമായി പറഞ്ഞാൽ ഉക്രൈന്റെ ഗോൾഡ് റിസർവ് മാത്രം 110 ബില്യണിലും അധികമാണ്. അതിൽ ആക്റ്റീവായി അവരിപ്പോ ഉപയോഗിക്കുന്നത് 40 ബില്യൺ ടൺസ് ിലധികമുള്ള ഗോൾഡ് ഔട്ട്പുട്ട് അവരുടെ പക്കലുണ്ട്. മാത്രവുമല്ല ഗോൾഡ് ടൈറ്റാനിയം 0.5 ട്രില്യൺ അളവിൽ ഉക്രൈന്റെ പക്കൽ റിസോഴ്സ് ഉണ്ട്. ഇപ്പോ ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുക, അവരുടെ മുഴുവൻ മിനറോളജിക്കൽ മാപ്പാണിത്. പ്രകൃതി വിഭവങ്ങൾ ഏതെല്ലാം പ്രദേശത്ത് അധികമുണ്ട്. അതുമാത്രമല്ല ഉക്രൈനിൽ സ്വർണവും ടൈറ്റാനിയവും ഉണ്ട്. അതിന്റെ ആയുർ നിക്ഷേപം 0.5 ട്രില്യൺ ടണ്ണാണ്. അത്രയും അസംസ്കൃത വസ്തുക്കൾ നൽകാൻ ഉക്രൈന് മതിയായ വിഭവങ്ങളുണ്ട്. ഇപ്പോ നിങ്ങൾ ഈ മാപ്പ് നോക്കുക, ഇത് ഒരു മിനറോളജിക്കൽ ഭൂപടമാണ്. ഉക്രൈന്റെ പ്രകൃതി വിഭവങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. എണ്ണ, വാതകം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അലൂമിനിയം, ഇരുമ്പ്, സ്വർണം, ടൈറ്റാനിയം, നിക്കൽ, ഇങ്ങനെ ഉക്രൈനിൽ ധാരാളം വിഭവങ്ങളുണ്ട്. അത് മാത്രമല്ല ഗ്രാനൈറ്റ്, ലിഥിയം, അയിര് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളും ഉക്രൈനിലുണ്ട്. അതിന്റെ ഒരു സമ്പൂർണ്ണ ഭൂപടമാണ് ഇത്. മൊത്തത്തിൽ ഉക്രൈനിൽ അവരുടെ പ്രകൃതി വിഭവങ്ങളുടെ 100% ഉണ്ട്. എന്നാൽ അതിലെ 28%-ത്തിലധികവും റഷ്യൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ഉള്ളത്. ഇപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ചിത്രം നോക്കുക. ഈ ഡാർക്ക് ഷെയ്ഡിലുള്ളതെല്ലാം റഷ്യ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളാണ്. ഓരോ പോയിന്റിനും ഓരോ വ്യത്യസ്ത വിശദീകരണം നൽകിയിട്ടുണ്ട്. എണ്ണ എവിടെയെല്ലാം ഉണ്ട്, പ്രകൃതി വിഭവങ്ങൾ എവിടെയാണ്, വളരെ അപൂർവമായ എർത്ത് എലമെന്റ്സ് ഉണ്ട്. യട്രിയം, ലാന്തനം, സെറിയം, പ്രോസോഡൈമിയം, നിയോടൈമിയം, ജമരിയം മുതലായവ ഉക്രൈൻ മേഖലയിൽ കൂടുതലും എവിടെയെല്ലാം ഉണ്ടെന്ന് ഈ മാപ്പിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അപ്പോ സാബ്രോസീഷ്യ, ക്രീമിയൻ കടലോട് ചേർന്ന പ്രദേശങ്ങൾ, ക്രീമിയയിൽ നിന്നും റഷ്യയെ ബന്ധിപ്പിക്കുന്ന പ്രദേശം സീ ഓഫ് എസവ്, കേഴ്സൺ പ്രദേശങ്ങൾ, കാർഖീവ് വരെ. കാർഖീവിൽ പ്രകൃതി വിഭവങ്ങൾ അധികമൊന്നും ഇല്ല. ഈ മാപ്പ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. സാബ്രോസീഷ്യ ഫ്രണ്ടും ഡോൺബോസ് മേഖലയും എത്രത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ ഒരു മാപ്പ് തന്നെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. പോക്രോവോസ് എന്നത് ഇവിടെ ഒരു ചെറിയ പ്രദേശമാണ്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു 2 കാര്യങ്ങൾ കാണാൻ കഴിയും. ആദ്യം പ്രധാനപ്പെട്ട സ്റ്റീൽ റിസർവ്, രണ്ടാമത്തേത് പ്രധാനപ്പെട്ട കൽക്കരി ശേഖരം. ഡോൺബോസ് മേഖലയാണ് ഉക്രൈന്റെ 60%-ത്തിൽ കൂടുതൽ
കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം. കാരണം ഡോൺബോസ് സാബ്രോസീഷ്യ മേഖലയിലാണ് കൽക്കരി കൂടുതലുള്ളത്. മറ്റുള്ള ഉക്രൈന്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും അവിടെ പ്രകൃതി വിഭവങ്ങൾ അധികം കാണില്ല. പോളണ്ടിനോട് ചേർന്ന പ്രദേശങ്ങൾ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുണ്ട്, പക്ഷെ മറ്റു പ്രദേശങ്ങളിൽ അധികം പ്രകൃതി വിഭവങ്ങൾ ഇല്ല. ഇപ്പോ റഷ്യ നിയന്ത്രണത്തിലാക്കിയ പ്രദേശങ്ങൾ ഇവിടെ 30%-ലധികവും പ്രകൃതി വിഭവങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം മൊത്തം മൂല്യം എത്രയാണെന്ന് അറിയണ്ടേ? കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടും. അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഇത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരിക്കും. 10 ട്രില്യൺ മുതൽ 15 ട്രില്യൺ വരെ ഇത് സ്വർണം ഒഴികെയാണ്. ഇവിടെ സ്വർണ്ണഖനികളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഉക്രൈന്റെ പക്കൽ 11 സ്ഥലങ്ങളിൽ സ്വർണ്ണഖനികളുണ്ട്. അതിലെ 4 ഫീഡ്സ് ഇപ്പോൾ റഷ്യൻ ഒക്കുപ്പൈഡ് ടെറിട്ടറീസിലാണുള്ളത്. വീണ്ടും ഓയിൽ, ഗ്യാസിനെ സംബന്ധിച്ച് ഉക്രൈന്റെ പക്കൽ 80 മുതൽ 90 സ്ഥലങ്ങളിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള ഓയിൽ പോയിന്റ്സ് ഉണ്ട്. അതിൽ 30-ലധികം സ്ഥലങ്ങളും റഷ്യ നിയന്ത്രണത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, റഷ്യ ഉക്രൈൻ യുദ്ധം കേവലം ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധം എന്നതിനപ്പുറം പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോക്സി വാറാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ വെറുതെയൊന്നുമല്ല പിന്തുണയ്ക്കുന്നത്. യാതൊരു ബന്ധവുമില്ലാതെ അമേരിക്ക 4 ബില്യൺ നൽകുന്നു. മറുവശത്ത് UK ചേർന്ന് 50 ബില്യൺ വരെ നൽകാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നു. അപ്പോൾ യാതൊരു കാരണവുമില്ലാതെ ആരും യാതൊരു സഹായവും ചെയ്യില്ല. റഷ്യ ഇവിടെ ഭൂമി കൈവശപ്പെടുത്താനും ഒരു കാരണം ഉണ്ട്. സാബ്രോസീഷ്യയെ അവർ തുടക്കം മുതൽ ലക്ഷ്യം വച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന് ആണവ നിലയം, മറ്റൊന്ന് ഈ മിനറൽ റിസർവുമാണ്. ഡോൺബോസിനെ പിടിച്ചെടുക്കുന്നതിൽ റഷ്യക്ക് ഒരുപാട് കാരണങ്ങൾ പറയാം. അവിടെ പ്രോ റഷ്യൻസ് ഉണ്ട്. ഉക്രൈൻ കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള കാരണങ്ങൾ പറഞ്ഞാലും അതിന് പിന്നിൽ ഇത്രത്തോളം വലിയൊരു കാരണം തന്നെയുണ്ട്. അപ്പോൾ റഷ്യ ഇത്രത്തോളം മിനറൽ റിസർവ് പിടിച്ചു വെച്ചിട്ടുണ്ട്. 15 ട്രില്യണിലധികം ധാതു വിഭവങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഉണ്ട്. അതിന്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം അവിടെ എത്രത്തോളം നടക്കുന്നുവെന്ന്. ഈ 4 റീജിയണിലാണ് പ്രധാനപ്പെട്ട ഉക്രൈന്റെ ഉൽപ്പന്നങ്ങൾ ഉള്ളത്. ഗോൾഡ്, പെട്രോളിയം പ്രോഡക്ട്സ്, ഇവയെല്ലാം. അതും ക്രീമിയെ റഷ്യ എപ്പോഴാണോ പിടിച്ചെടുത്തത് അപ്പോൾ തന്നെ ഉക്രൈന് 41% പെട്രോളിയം റിസർവ് നഷ്ടമായി. അതും അവരുടെ ആഭ്യന്തരമായി നിർമ്മിക്കാമെന്ന് പദ്ധതിയിട്ടിരുന്ന പെട്രോളിയം പ്രോഡക്ട്സ് റിസർവ് മുഴുവനായും അവിടെ നഷ്ടമായി. ഈ 4 റീജിയണും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് ഏറ്റെടുത്താൽ ഉക്രൈന് പിന്നെ ഇതൊന്നും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇതിൽ മറ്റൊരു പ്രശ്നവും ഉക്രൈനുണ്ട്. റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഊർജ്ജ സ്രോതസ്സുകൾ എല്ലാം സർക്കാരാണ് നിയന്ത്രിക്കുന്നത്. ഗവൺമെന്റ് എടുത്താണ് അതിനുശേഷം കോൺട്രാക്ട് ബേസിസിൽ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത്. എണ്ണ, കൽക്കരി വാതകം തുടങ്ങിയവയെല്ലാം സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഉക്രൈന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ആ ഭൂമിയെ ആരാണോ പിടിച്ചെടുത്തത്, അതിന് ആരാണോ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചത്, അവർക്കായിരിക്കും പിന്നെ എല്ലാ പ്രകൃതി വിഭവങ്ങളും. ഗവൺമെന്റിന്റെ പക്കൽ ഒരു കോൺട്രാക്ട് പോലെ നൽകുകയും അവർ അവരുടെ ഓൺ പർപ്പസിന് വേണ്ടി എടുക്കാം. ഗവൺമെന്റിന് ഒരു പ്രത്യേക തുക നികുതി നൽകിയാൽ മാത്രം മതി. എന്നാൽ റഷ്യയിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇവിടെ പ്രധാനമായും അകപ്പെട്ടിരിക്കുന്നത് പോക്രോവോസ് ആണ്. അതിനുള്ള കാരണം ഈ പോക്രോവോസിൽ നിന്നും 2.5 കിലോമീറ്റർ അകലെ വരെയും റഷ്യ മുന്നേറി വന്നിട്ടുണ്ട്. ഈ 2.5 കിലോമീറ്റർ ദൂരത്തിൽ വില്ലേജ് ഓഫ് വെട്രോസിനിയ, നോട്രോയിഡ്സ്, ഈ 2 സ്ഥലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവ രണ്ടും കവച ഗ്രാമങ്ങളായിരുന്നു ഉക്രൈന്. ഇത് ഒരു സമതലമായ പ്രദേശം അല്ല. ചില സ്ഥലങ്ങളിൽ മലയും കുന്നുമുള്ള പ്രദേശമാണ്. ഇവിടം റഷ്യ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ തടസ്സങ്ങളും മറികടക്കണം. കൂടാതെ ഈ പോക്രോവോസ് വീഴാതിരിക്കാനായി ഒരു ലാസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിരുന്ന 2 പ്രദേശം അതും ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലായിട്ടുണ്ട്. ഇതും റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് പോയതിനു ശേഷം അവിടെയുണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട കമ്പനികളെ അടച്ചുപൂട്ടി, ഷട്ട് ഡൌൺ ചെയ്തു. ഇതിൽ ആദ്യമുള്ള കമ്പനി പിക്ഷ്യൻ. ഇത് ഉക്രൈന്റെ മുൻനിര കൽക്കരി ഉൽപാദകരാണ്. കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ മികച്ച 10 കൽക്കരി ഉൽപാദകരിൽ ഒരാളാണിവർ. അത്തരം പ്രധാനപ്പെട്ട കൽക്കരി ഉൽപാദനം ചെയ്യുന്നവരാണ് ഇവർ. ഇത് പോക്രോവോസിലാണ് ഉള്ളത്. 2 കിലോമീറ്റർ അകത്തേക്ക് റഷ്യ കടന്ന ഉടൻ തന്നെ റഷ്യ ഇത് ആദ്യം ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി. തുടർന്ന് ആ ഫെസിലിറ്റിയെ മുഴുവനായും ഷട്ട് ഡൌൺ ചെയ്തു. ഇത് പ്രശ്നമില്ല എന്നൊരു പക്ഷെ പറയാം. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റീൽ പ്ലാന്റ്, അസോവ് സ്റ്റീൽ പ്ലാന്റിനെ കുറിച്ച് 2 വർഷത്തിന് മുൻപ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. മരിയാപോളിലെ അവസാനത്തെ പ്രതിരോധ ഡിഫൻസ് ആയിരുന്നു. അത് തകർക്കാൻ ഒരു 40 ദിവസത്തോളം എടുത്തു. മറ്റ് പ്രദേശങ്ങൾ എല്ലാം വീണതിന് ശേഷവും ആ പ്ലാന്റിനുള്ളിലുള്ള റിസോഴ്സ് വെച്ചുകൊണ്ട് ഉക്രൈൻ റഷ്യയെ എതിർത്തുകൊണ്ട് 40 ദിവസം ഒറ്റയ്ക്ക് ആ പ്ലാന്റിൽ പ്രതിഷേധിച്ചു. അതുപോലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റ് ആണ് മെറ്റിൻവെസ്റ്റ് പ്ലാന്റ്. ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പൊ ഉക്രൈനെ കൊണ്ട് ഓരോ വർഷവും സ്റ്റീൽ പ്യൂരിഫൈ ചെയ്ത്
ഒരു കംപ്ലീറ്റ് മെറ്റീരിയൽ സ്റ്റീലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ 8 മില്യൺ ടൺ വരെയും മാക്സിമം കപ്പാസിറ്റി യുക്രൈനെ കൊണ്ട് നൽകാൻ കഴിയും. ആ 8 മില്യൺ ടൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ ഒരു കമ്പനിയാണ്. ഇപ്പോ ഈ ഒരു കമ്പനിയും അവിടെ അവരുടെ മുഴുവൻ ഷട്ട് ഡൗൺ അനൗൺസ് ചെയ്തു. ആ പ്രദേശത്തുള്ള ഞങ്ങളുടെ എംപ്ലോയീസിനെ ഞങ്ങൾ തിരികെ കൊണ്ടുവരികയാണ്. അവിടെ ആരെല്ലാമാണ് ഉണ്ടായിരുന്നത് എല്ലാവരെയും തിരികെ കൊണ്ടുവന്നു എന്ന് ഒരു അറിയിപ്പ് കൊടുക്കുകയും ആ പ്ലാന്റ് വിട്ട് തന്നെ പുറത്തേക്ക് വന്നു. ഇപ്പോ ഇവർ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യൻ നിയന്ത്രണത്തിലേക്ക് പോയാൽ ഉക്രൈനെ കൊണ്ട് ഇത് ഡിലേ ചെയ്യാൻ കഴിയും എന്നല്ലാതെ മുഴുവനായും അവരെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഇവ റഷ്യൻ നിയന്ത്രണത്തിലേക്ക് പോകുന്നത് ഉക്രൈനെ കൊണ്ട് ഡിലേ ചെയ്യാൻ കഴിയും എന്നതല്ലാതെ അവരെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള കാരണം എന്താണെന്നും അവസാനം പറയാം. ഇങ്ങനെ ഉക്രൈനെ കൊണ്ട് നിയന്ത്രിക്കാൻ വരുമ്പോൾ അവർ അവിടെ വിട്ട് പുറത്തേക്ക് വരും. ഇത് കാരണം ഉക്രൈൻ ഉണ്ടാകുന്ന ഒരു വലിയ ഡ്രോബാക്ക്, ഇപ്പൊ ഈ ഒരു സ്റ്റീൽ പ്ലാന്റ് റഷ്യ പിടിച്ചെടുക്കുകയാണെങ്കിൽ 8 മില്യൺ ടൺ പ്രതിവർഷം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഉക്രൈനെ കൊണ്ട് പിന്നെ 2.5 മുതൽ 3 മില്യൺ ടൺ വരെ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഇത് റഷ്യ അടച്ചുപൂട്ടുകയോ പിടിച്ചെടുക്കുകയോ ചെയ്താൽ 1/3 മുഴുവനായും ഉക്രൈൻ നഷ്ടപ്പെടും. ഇത് വളരെ അധികമായ ഒരു കണക്കാണ്. കൂടാതെ പോക്രോവേഴ്സ് മാത്രമല്ല പ്രധാനപ്പെട്ടത്. അവരുടെ ഈ 3 സ്റ്റേറ്റ് ഹൈവേസും ഇതിനകമുള്ള റിസർവ്സ് ഉള്ള പ്രദേശങ്ങളെല്ലാം ഒന്നോടൊന്ന് ഇന്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചതെല്ലാം ഇത് വലിയൊരു ലോജിസ്റ്റിക്സ് ഹബ്ബാണ്. ഇത് പിടിച്ചെടുത്താൽ അടുത്ത നിപ്രോവേഴ്സിനെ നോക്കി പോകാൻ തുടങ്ങും. സൈക്കോളജിക്കലായി പറഞ്ഞാൽ 5ാമത്തെ ഒരു പ്രവശ്യ പിടിച്ചെടുക്കുമെന്ന് റഷ്യ ഒരു ക്ലെയിം നടത്തി. എന്നാൽ ഔദ്യോഗിക കൽക്കരി ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. ബാക്മുത്തും ഇതുപോലെ നാച്ചുറൽ റിസർവ് അധികമുള്ള ഒരു പ്രദേശമാണ്. സാബ്രോസീഷ്യ, ഡോൺബോസിലുള്ള ഓരോ പ്രദേശങ്ങളിലും പോകണമെന്നുണ്ടെങ്കിൽ അത് ഈ ഹൈവേസ് ആക്സസ് ചെയ്താൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ റഷ്യക്ക് ഈ നാച്ചുറൽ റിസോഴ്സ് ഇവിടെ ഒരു വലിയൊരു ഡീൽ അല്ലെങ്കിലും യുദ്ധം സംബന്ധിച്ച് നോക്കിയാൽ ഉക്രൈന്റെ മുഴുവൻ ലോജിസ്റ്റിക്സ് സപ്ലൈയും അവരെ കൊണ്ട് തകർക്കാൻ സാധിക്കും. അങ്ങനെ യുദ്ധം അവസാനിച്ചതിനു ശേഷം അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സസ് റഷ്യയെ കൊണ്ട് ആക്സസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ റഷ്യയുടെ പക്കലുള്ള നാച്ചുറൽ റിസോഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉക്രൈന്റെ പക്കൽ 0% പോലും വരില്ല. തീർച്ചയായും ഇത് ഉക്രൈന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഇത് അവരെ കൊണ്ട് ഒരിക്കലും നികത്തിയെടുക്കാൻ സാധിക്കില്ല. ഭൂമി നഷ്ടപ്പെടുക എന്നതിനപ്പുറം ഒരു 15 ട്രില്യൺ അങ്ങനെ വെറുതെ വാരിക്കൊടുത്തതുപോലെ ആകും. ഇത് കാരണമായി കാണിച്ചാണ് വെസ്റ്റേൺ കൺട്രീസ് ഉക്രൈന് വലിയ വലിയ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, ബാക്കി വരുന്ന റിസർവ്സ് എങ്കിലും പിടിച്ചെടുക്കാനായി. ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിനും ഉക്രൈന്റെ ഗവൺമെന്റ് ഫോഴ്സസിനും എന്താണ് ബന്ധം? അവർക്ക് അവിടെ ഡിഫെൻഡ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നും പറയുന്നു. ലാസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ് വരെ എത്താൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇനി ലാസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു. അതിന് കാരണം എന്താണ്? ഉക്രൈന്റെ ടോപ്പ് കമാൻഡർ ജനറൽ അലക്സാണ്ടർ സിസ്കി അടുത്തിടെ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഉന്നത കമാൻഡോസ് ആണ് അവിടെയുള്ള സ്ഥിതിഗതികൾ, ഡോൺബോസ്, സാബ്രോസീഷ്യ ഈ മേഖലയിലുള്ള സ്ഥിതിഗതികളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോൺബോസ് മേഖലയിലെ കമാൻഡർ ഇൻ ജനറൽ അലക്സാണ്ടർ ലുട്സെൻകോ ആയിരുന്നു. അദ്ദേഹത്തെ പെട്ടെന്ന് സ്ഥാനത്തിൽ നിന്നും മാറ്റി. കാരണം പോക്രോവേഴ്സ് ബാറ്റിലിൽ 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് റഷ്യൻ സൈന്യമുള്ളത്. എപ്പോ വേണമെങ്കിലും അവർ അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ അകത്തേക്ക് വരികയാണെങ്കിൽ ഈ നഗരം വീഴുമെന്നൊരു സംസാരം വന്നിരുന്നു. ഇതിന് അലക്സാണ്ടർ സുക്കി പറഞ്ഞത് ഇദ്ദേഹത്തെ കൊണ്ട് റഷ്യൻ സൈന്യത്തെ തടയാൻ സാധിച്ചില്ല, അവിടെ യാതൊരു പ്രതിരോധവും നൽകാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ബ്രിഗേഡിയർ ജനറൽ അലക്സാണ്ടർ തമാസ്കിയെ ആ ഒരു പ്രതിരോധത്തിനായി നിയമിച്ചു. അദ്ദേഹത്തിന് അത് കഴിയും എന്നുള്ള ഒരു പ്രസ്താവനയും നൽകി. എന്നാൽ സ്ഥാനത്തിൽ നിന്നും നീക്കിയല്ലോ. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു: ആര് വന്നാലും അവിടെ തടയാൻ സാധിക്കില്ല. ഉക്രൈനിലെ നേതാക്കളും രാഷ്ട്രീയക്കാരും പറയുന്നതനുസരിച്ച് ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അവിടെയുള്ള സൈനികർക്കായി അവർ പുഷ് ചെയ്യുന്നത്. 1000 പേരുള്ള സ്ഥലത്ത് വെറും 100 പേരെ വെച്ചുകൊണ്ട് അവരെ ഡിഫൻഡ് ചെയ്യണം എന്ന് പറയുന്നു. ഡിഫൻഡ് ചെയ്യാൻ വിടുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. എന്നാൽ അതിനാവശ്യമായ സപ്ലൈസ് നൽകണം. അത് ഉക്രൈനെ കൊണ്ട് നൽകാൻ സാധിക്കുന്നില്ല. റഷ്യയെ ഞങ്ങൾ കഴിയുന്നത്ര തുടക്കത്തിൽ തടയാൻ ശ്രമിച്ചു. എന്നാൽ എപ്പോഴാണോ റഷ്യ അവരുടെ തന്ത്രങ്ങൾ മാറ്റുകയും നോർത്തേൺ സൈഡ് മുഴുവനായും അവരുടെ ഫോഴ്സസിനെ തിരികെ കൊണ്ടുവന്ന് ആക്രമിക്കാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ ഞങ്ങളെ കൊണ്ട് ഡിഫൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ പോക്രോവേഴ്സ് വീഴും. എന്നെ സ്ഥാനത്ത് നിന്നും നീക്കിയതുകൊണ്ട് മാത്രം ഉക്രൈനെ കൊണ്ട് ആ പ്രദേശം ഡിഫൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഉക്രൈൻ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വപ്നത്തിൽ പോലും ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം, വളരെ കുറച്ച് സൈന്യത്തെ വെച്ചുകൊണ്ട് മാത്രം ഉക്രൈൻ അവിടെ പരിശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം ഒരാശങ്ക അവിടെ പ്രകടിപ്പിച്ചു. ഇതാണ് പോക്രോവേഴ്സിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പോക്രോവേഴ്സ് റഷ്യൻ നിയന്ത്രണത്തിലാകും. റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിനു പുറകിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ചിന്തിച്ചു നോക്കുക, 15 ട്രില്യൺ, നമ്മുടെ മുഴുവൻ ബജറ്റ് പോലും അത്രത്തോളം വരില്ല. അത്രയും വലിയൊരു എമൗണ്ട്
അത് വളരെ സിമ്പിളായി തന്നെ അവസാനിപ്പിക്കും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.